എന്താ പറയാനുള്ളത്? എൻ്റെ കുട്ടീനെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എത്ര എന്തെല്ലാം പറഞ്ഞങ്ങളൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പം കുറച്ച് 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസങ്ങൾ കൂടി മതി ജയിലിൽ കഴിയാൻ. ഇത്ര മാസം കഴിഞ്ഞല്ലേ ഞാൻ കഴിച്ചിലാക്കി. അതിൻ്റെ ഇമാമ നിർത്തി തന്നെ ഇതൊക്കെ മരിക്കുമ്പോൾ നിർത്തി തരട്ടെ പോയേ. കുറച്ച് മാസങ്ങൾ കൂടി മതിയും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽ മോചിതനാവുന്നതാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ്. 20 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഏകദേശം 19 വർഷത്തോളമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും പിന്നെ ഈ പറഞ്ഞിട്ടുള്ളത് എന്നാണോ അയാൾ കസ്റ്റഡിയിൽ വന്നിട്ടുള്ളത് അന്ന് മുതൽ ആണ് ഈ തടവ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2006 അദ്ദേഹത്തെ പിന്നെ ജയിലിലാക്കിയിട്ടുള്ളത്. ഇത് 2000 ഡിസംബറിലാണ്. ഇന്ന് 2025 മെയ് മാസമായി അല്ലേ, ജൂണിലേക്ക് കിടക്കുകയാണ്. അപ്പം വളരെ ചെറിയ കാലഘട്ടം കൂടി നമുക്ക് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അറബി മാസമായിരിക്കും ഇതിൻ്റെ പിന്നെ ദൈർഘ്യം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ കുറച്ച് ദിവസം, ഇംഗ്ലീഷ് മാസത്തേക്കാൾ കുറച്ച് ദിവസം കുറവാണ് അറബി മാസം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ല, ഇതിൻ്റെ അപ്പീൽ ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അത് പിന്നെ റിയാദ് കമ്മിറ്റിയും ഇവിടുത്തെ പിന്നെ നിയമസഹായ സമിതിയും ബന്ധപ്പെട്ട നിയമത്തിനുമായി കൂടി ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടിയാലോചന നടത്തും. അപ്പീൽ ഞങ്ങൾ ഈ 20 വർഷം എന്നുള്ള തടവ് കഴിഞ്ഞ തടവായി കണക്കാക്കി അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് പിന്നെ നാസറായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. അതായത് ഏതാണ്ട് 18-19 വർഷമായിട്ട് റിയാദ് നിയമസഹായ സമിതി ഇതിൻ്റെ പിറകിലുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലെ കമ്മിറ്റിയും വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയും ഒരുപാട് ഏതാണ്ട് 9.5 ലക്ഷത്തോളം ആളുകൾ സംഭാവന നൽകിയാണ് നമ്മൾക്ക് ഈ റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കാൻ സാധിച്ചത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പിന്തുണയാണ്. 2006 ഡിസംബർ 24 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ന് വിധി വന്നത് പബ്ലിക് റൈറ്റ്സ് പ്രകാരം 20 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. അത് അറബിക് കലണ്ടറിൽ നോക്കുമ്പോൾ ഏതാണ്ട് ആ ശിക്ഷ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായ വിവരങ്ങൾ കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായ വിധിപ്പകർപ്പ് വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഏതായാലും ഇത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് അയച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരണമെന്നാണ് അവിടുന്ന് നമുക്കൊരു ഏകദേശ രൂപം കിട്ടിയത്. പെട്ടെന്നായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ഇതിൽ വിധിപ്പകർപ്പിനെ പറ്റി പറയാൻ സാധിക്കില്ല. അത് അവിടുത്തെ അഭിഭാഷകരൊക്കെ ആയിട്ട് റിയാദ് നിയമസഹായ സമിതി സംസാരിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ഇനി അങ്ങനെ ഒരു അപ്പീലിൻ്റെ ഒരു സാധ്യത ഇല്ലല്ലോ. ഏതാണ്ട് ഈ ഒരു കാലയളവ് കഴിഞ്ഞല്ലോ. ഇനി മോചനം എന്ന ഒരു ചെറിയ ഒരു കാലയളവ് മാത്രം, അതിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഒരിക്കൽ കൂടി ഈ മാധ്യമപ്രവർത്തകരോടും ഈ ലോകം ഒന്നിച്ചുള്ള മലയാളി സമൂഹത്തോടും ഈ റിയാദ് നിയമസഹായ സമിതിക്കും അതുപോലെ തന്നെ ഇവിടെ രൂപീകരിച്ച ട്രസ്റ്റിനും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ശ്രീ അഷ്റഫ് വേങ്ങാട്ട് എന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കേസ് ഏറ്റെടുത്തത്. അതിനുശേഷമാണ് ഇതിൻ്റെ റിയാദ് നിയമസഹായ സമിതി ഉണ്ടാക്കുന്നതും ഇവിടെ ട്രസ്റ്റ് രൂപീകരിക്കുന്നതും. അങ്ങനെ വലിയ ഒരു ദൈർഘ്യമേറിയ
ഒരു കേസ്, സമാനതകളില്ലാത്ത ഒരു കേസ്, ലോക മലയാളികൾ ഒന്നിച്ച ഒരു കേസ് എന്ന നിലയിലെല്ലാം ഈ ഒരു സംരംഭം ഓർക്കപ്പെടും. താങ്ക് യു. സന്തോഷത്തിലാണ്. നമുക്കിപ്പോൾ ഇത് 13ാമത്തെ തവണയാണ് അവൻ്റെ കേസ് റദ്ദ് ചെയ്തതിനു ശേഷം വെക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ആവുമോ, 12ാമത്തെ ആ വിധി എന്നാവോ എന്നുള്ള നിൽക്കുമ്പോഴാണ് നല്ലൊരു നമുക്ക് വാർത്ത വരുന്നത്. 20 വർഷം, അതായത് സൗദി അനുഭവിച്ചത് മുതലുള്ള 20 വർഷം എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ്. എല്ലാവരോടും നന്ദി. അന്നും ഇന്നും നമുക്ക് പറയാനുള്ളത്, നിങ്ങളോട് എല്ലാവരോടും നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിൻ്റെ ഈ മാധ്യമപ്രവർത്തകർ, അതുപോലെ യൂട്യൂബേഴ്സ്, ഒരുപാട് ആളുകൾ നമുക്കും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു രൂപ ഇല്ലാതെ നിങ്ങളോട് സമൂഹത്തോട് ചോദിച്ചു 34 കോടി അതിനപ്പുറം തന്നിട്ട് നമ്മളെ സഹായിച്ചു. അപ്പോൾ നിങ്ങളൊക്കെയാണ് ഈ ലോകത്ത് അറിയിച്ചത്. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇനി 20 വർഷത്തിൽ ഇനി വളരെ തുച്ഛമായ മാസങ്ങളെ ഉണ്ടാവുള്ളൂ നാട്ടിലേക്ക് എത്താൻ. നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും നന്ദി അറിയിക്കുകയാണ്.